കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരകൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഭൂമിയിലെ വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഗുരുവായൂരിൽ ഭഗവാനെ തൊഴാനായിട്ട് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും എത്തിച്ചേരുന്നത് എന്ന് ഏവർക്കും അറിയാമല്ലോ. ഗുരുവായൂർ ഉണ്ണിക്കണ്ണനെ ഒരു നോക്ക് കണ്ടാൽ ജീവിത സാഫല്യമായി എന്നാണ് വിശ്വാസം. എത്ര ത്യാഗം സഹിച്ചും തിക്കും തിരക്കുമാണെങ്കിലും പരാതിയോ പരിഭവമോ ഇല്ലാതെ ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുത് മടങ്ങുന്നു. പ്രാർത്ഥനകളും പൂജകളും യഥാവിധി കഴിച്ച് മടങ്ങുമ്പോഴും പലരും വിട്ടുപോകുന്ന ഒന്നാണ് ഗുരുവായൂരിലെ അത്തിവൃക്ഷ ഗണപതിയെ വണങ്ങുവാൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുമ്പോൾ തീർച്ചയായും കണ്ട് വണങ്ങിപ്പോകേണ്ട ഇടങ്ങളിൽ ഒന്നാണ് അത്തിവൃക്ഷ ഗണപതി അഥവാ അത്തിമര ഗണപതി. വിഘ്നങ്ങൾ അകറ്റുന്ന അത്തിവൃക്ഷ ഗണപതിയെ കണ്ടു വണങ്ങുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വരുന്ന സെപ്റ്റംബർ 7 വിനായക ചതുർത്ഥിയാണ്, അതായത് ഗണേശ പൂജയാണ്. ഈ സമയം നമുക്ക് അത്തിവൃക്ഷ ഗണപതിയെക്കുറിച്ച് അറിയാം. അത്തിമര ഗണപതിയുടെ പ്രത്യേകതകളെക്കുറിച്ചും എന്തുകൊണ്ടാണ് ഗണപതിയെ തൊഴുതു പോകണം എന്നതിനെക്കുറിച്ചും പറയാം. ഗുരുവായൂർ ക്ഷേത്ര മതിലകത്തിന് പുറത്ത് മേൽപ്പത്തൂർ ആഡിറ്റോറിയത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ദേവസ്വം ഓഫീസിന് സമീപമാണ് അത്തിവൃക്ഷ ഗണപതി ഉള്ളത്. തുറസായ സ്ഥലത്താണ് അത്തിവൃക്ഷ ഗണപതിയെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ഗുരുവായൂരപ്പനെ തൊഴുന്നതിന് മുൻപ് അത്തിമര ഗണപതിയെ തൊഴുതിട്ട് വേണം അകത്ത് കയറാൻ എന്നൊരു വിശ്വാസമുണ്ട്. പണ്ട് കാലത്ത് ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രക്കുളം വറ്റിച്ചപ്പോൾ കിട്ടിയതാണ് ഈ വിഗ്രഹമെന്നും പിന്നീട് അത്തിമര ചുവട്ടിൽ പ്രതിഷ്ഠിക്കപ്പെടുകയാണ് ഉണ്ടായതെന്നും പറയപ്പെടുന്നു. അത്തിമര ഗണപതിക്ക് ദിവസവും 2 നേരം പൂജ നടത്തുന്നു. ഗുരുവായൂരപ്പ ഭഗവാനെ തൊഴാൻ എത്തുന്ന ആളുകളുടെ അത്രയും തിരക്ക് തന്നെയാണ് അത്തിമര ഗണപതിയുടെ സന്നിധിയിലും നമുക്ക് കാണാവുന്നത്. ഇവിടെ തൊഴുതിട്ട് വേണം ഗുരുവായൂരപ്പ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ എന്നതാണ് അതിന് കാരണം. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മാറുവാൻ ഗണപതിയോട് പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അതോടൊപ്പം ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ മാറുവാനും ജാതകത്തിൽ കേതുദോഷമുള്ളവർക്ക് അത് നീങ്ങുവാനും അത്തിമരത്തിന് ചുവട്ടിലുള്ള ഈ ഗണപതിയോട് പ്രാർത്ഥിച്ചാൽ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. മാത്രമല്ല ദോഷങ്ങൾ മാറുവാനും നല്ല ഫലങ്ങളും ഐശ്വര്യവും ഇരട്ടിയായി ജീവിതത്തിൽ സംഭവിക്കുവാനും ഇവിടുത്തെ പ്രാർത്ഥന നമ്മളെ സഹായിക്കുന്നു. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വനഗണപതി കുടികൊള്ളുന്നത്. ഉത്രം നക്ഷത്രക്കാരുടെ വൃക്ഷമാണ് അത്തിവൃക്ഷം. അതിനാൽ ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അത്തിമരത്തിന് ചുവട്ടിലെ ഈ ഗണപതിയെ തൊഴുത് പ്രാർത്ഥിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതിന് കാരണം ഈ ഗണപതി ഭഗവാൻ അത്തിമര വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗുരുവായൂരിലെ അത്തിമര ഗണപതിക്ക് മുന്നിൽ തേങ്ങയുടച്ച് കറുകമാല, ചെത്തിമാല, തുളസിമാല എന്നിവ അണിയിച്ച് എണ്ണ വഴിപാട് നൽകി അവൽ നിവേദ്യം പ്രാർത്ഥിക്കുന്ന പതിവും വിശ്വാസികൾക്ക് ഉണ്ട്. അതിനാൽ അത്തിമര ഗണപതിയെ തൊഴുതിട്ടില്ലാത്തവർ അടുത്ത പ്രാവശ്യം ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ ആദ്യം അത്തിമര ഗണപതിയെ തൊഴുതിട്ട് വേണം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ. ഏവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ നേരുന്നു. ഒപ്പം ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.